സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് അറേബ്യൻ സീയിലേക്കൊരു ക്രൂയിസ് നടത്താൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 മണിക്കൂറത്തെ റൈഡാണ്. 40 കിലോമീറ്ററാണ് ദൂരം. വെൽക്കം ഡ്രിങ്ക്സ്, ലഞ്ച്, ടീ, സ്നാക്സ് ഇതൊക്കെ ഷിപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. മിനാർ ക്രൂയിസ് ആണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 1500 രൂപ റേറ്റാണ്. കപ്പലിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഗൈഡൻസ് തരും. നമുക്ക് കാലാവസ്ഥയുടെ പ്രയാസമോ എന്തെങ്കിലും ഒരു ടെൻഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാമത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇത് ഇന്ത്യയിലെ 1ാമത്തെ ഷിപ്പ്യാർഡാണ്. അടുത്തത് എണ്ണക്കപ്പലിൽ നിന്ന് ക്രൂഡ് ഓയിൽ കരയിലേക്ക് പൈപ്പ് ലൈൻ വഴി കൊണ്ടുവന്നത്. വില്ലിംഗ്ടൺ ഐലൻഡ്, കായലിന് ആഴം കൂട്ടിയപ്പോൾ എടുത്ത മണ്ണിട്ടാണ് ഈ ഐലൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് കണ്ടൽ കാടുകളാണ്. ഇതാണ് പോർട്ട് കൺട്രോൾ സ്റ്റേഷൻ. ഇവിടെ വരുന്ന കപ്പലുകളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സ്റ്റേഷനിലാണ്. താജ് മലബാർ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് കാണുന്നത്. മണ്ണുമാന്തി കപ്പൽ വളരെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പാണ് ഈ കാണുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ, ആസ്പിൻ ഹാൾ, മട്ടാഞ്ചേരിയാണ്. ചീനവലയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് മീൻ പിടിക്കും. ഈ മട്ടാഞ്ചേരിയിലാണ് ജൂതത്തെരുവും ഡച്ച് പാലസും. ഷിപ്പ് ആൻഡ് എഞ്ചിനീയർ റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ച ഷിപ്പ്. ഇതൊരു ട്രെഡ്ജിങ് ഷിപ്പാണ്. ഇതാണ് ഖത്തറിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരുന്ന ഗെയിൽ പദ്ധതി. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ അഴിമുഖത്ത് വന്നു കടലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെ ഉണ്ടാകുന്ന തിരമാലയുടെ വ്യത്യാസമാണ് ഈ കാണുന്നത്. ഈ യാത്രയിലെ പാട്ട്, ഡാൻസ്, DJ എന്ന് വേണ്ട എല്ലാവിധ ആക്ടിവിറ്റീസും നടത്താനുള്ള സൗകര്യം ഷിപ്പ് തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തിരിക്കുന്നത് പെരുമ്പാവൂർ ഓർത്തഡോക്സ് പള്ളി വികാരി അച്ഛനും ഇടവക ജനങ്ങളുമാണ്. ഇതിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഈ ഒരു കപ്പിൾസും അച്ഛനും കൊച്ചമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും യൗവനം കഴിഞ്ഞവരാണ്. എങ്കിലും അടിച്ചു പൊടിച്ച് യൗവനക്കാരെക്കാട്ടിൽ കൂടുതൽ തകർപ്പൻ പെർഫോമൻസുമായി യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങി വന്നു. അതിൻ്റെ വിപുലമായ കാഴ്ചയിലേക്ക് സാദരം നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു.
കടൽ യാത്രയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് കറ്റാമറിൻ ക്രൂസിലാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സംശയം എന്താ പറഞ്ഞാൽ എല്ലാ ആളുകൾക്ക് ഉള്ള ഒരു സംശയമാണ്, പൊതുവെ മലയാളികൾക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇത് ബോട്ടാണോ അല്ലെങ്കിൽ ഷിപ്പാണോ ക്രൂയിസ് ആണോ എന്നുള്ള ഒരു സംശയം പൊതുവെ ഉടലെടുക്കുന്ന ഒരു ക്രൂയിസ് ആണ്. കടലിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ക്രൂയിസ്. ബോട്ട് എന്ന് പറയുമ്പോൾ അതായത് ഈ കായലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയ ചെറിയ ബോട്ടുകൾ, ഈ കായലിൽ മാത്രം കറങ്ങുന്ന ബോട്ടുകൾ. അത് IRS സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ക്രൂയിസ് ആണ് കറ്റാമറിയൻ, അതായത് പ്രൈവറ്റ് സെക്ടറിൽ കറ്റാമറിയൻ ക്രൂയിസ്. അത് നമ്മുടെ അപ്പൊ നമ്മള് കടലിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പം എൻജോയ് ചെയ്യാനായിട്ട് വന്നതല്ലേ, അടിച്ചു പൊളിക്കാനായിട്ട് വന്നതല്ലേ, വെറുതെ ഇങ്ങനെ ഇരുന്ന് പോകാമെന്നാണോ നമ്മള്? അല്ലല്ലോ, അടിച്ചു പൊളിക്കാനായിട്ട് വന്ന നമ്മള്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറെ ആൾക്കാർക്ക് വരും, നമ്മള് ചുമ്മാ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് ഒരു കാര്യം കിട്ടാൻ പോകില്ല. ഉണ്ടോ ഉണ്ടോ? നമ്മള് അത് പിന്നെ കുറച്ച് കഴിയട്ടെ ഞങ്ങൾ കളിച്ചോളാം, അല്ലെ? കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാടിക്കോളാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനൊന്നും സമയം കിട്ടൂല. ശരിയല്ലേ? ഒരു സമയം കിട്ടൂല. ഇതൊക്കെ ചുമ്മാ പറയുന്നു. എനിക്ക് പിന്നെ വേറെ ആൾക്കാർക്ക് ഇതിനകത്ത് കയറുമ്പോൾ കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് ഇതിനകത്ത് DJ പ്രോഗ്രാം ഉണ്ട്, താഴെ നിങ്ങൾ കയറി വന്ന് നമ്മൾ കളിച്ചാൽ മറ്റുള്ളവരൊന്ന് വിചാരിക്കുന്നു, ഒന്നും വിചാരിക്കാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഡാൻസ് കളിച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ആരെന്തെങ്കിലും വിചാരിച്ചാലോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് പൊതുവെ. നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. കുട്ടികളെ എടുത്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ആട്ടം ഉണ്ടാവും വെസലിന്. സോ അത് നിങ്ങളുടെ ബാലൻസിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ഈ സ്റ്റേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ റെയിലിംഗ്സ് ആണ്. നമുക്ക് കാലാവസ്ഥയുടെ പ്രയാസമോ എന്തെങ്കിലും ഒരു ടെൻഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് കൺട്രോളിന്റെ ഇൻഫോർമേഷൻ വരും. അത് മുഖാന്തരം നമ്മുടെ ക്യാപ്റ്റനോ ലൈഫ് ഗാർഡ്സ് ഒക്കെ കൂടി നമ്മുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ മാത്രം നമ്മൾ ഇത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ ധരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ അതും ധരിച്ച് ചൂടെടുത്ത് ഇരിക്കേണ്ടി വരും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് പാസ് ചെയ്യുന്ന ഭാഗം, നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. നിങ്ങൾക്ക് പുറകിലായിട്ടൊരു വാഷ് ബേസിൻ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തേക്ക് തുപ്പുന്നതും കൈ കഴുകുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക. സോ അതിന് വേണ്ടിയിട്ട് അവിടെ പുറകിലായിട്ടൊരു വാഷ് ബേസിൻ ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ വെസലിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാണുന്നതാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഒരുപാട് ചുവന്ന കളർ ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തില്? നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് മുതൽ നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ വരെ നിർമ്മിച്ചത് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? അറിയോ? ഇവരാണ് നമ്മുടെ ഇന്ത്യയുടെ നമ്പർ 1 ഷിപ്പ്യാർഡ് കേട്ടോ. സോ നല്ലൊരു കയ്യടി നൽകിക്കൂടെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്? ഇവരാണ് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഷിപ്പ്യാർഡ്. അതുകൊണ്ടാണ് INS വിക്രാന്ത് പോലെയുള്ള വലിയ പ്രൊജക്ടുകൾ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് കൈമാറിയത്. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ നമ്മുടെ അല്ലെങ്കിൽ ക്യാരി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ അതിന്റെ അകത്ത് 68ഓളം മിസൈൽസ് എക്യുപ്ഡ് ആണ്. അവരുടെ റഡാർ സിസ്റ്റം, മെഷീൻ ഗൺ സിസ്റ്റം ഒക്കെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഓക്കെ, പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് 12 നിങ്ങളാ കാണുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന വേമ്പനാട് കായലിന് ഏകദേശം 220 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരു 10-30 മീറ്റർ വരെയാണ് ഡെപ്ത് വരുന്നത്. 30-35ഓളം മീറ്റർ വരെ ഡെപ്ത് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പോകുന്ന പൈപ്പ് ലൈൻസ് ആണ്. സോ വലിയ എണ്ണക്കപ്പലുകൾ ക്രൂഡ് ഓയിലുമായിട്ട് വന്നിട്ട് ഈ ഒരു പോയിന്റ്. പക്ഷെ അവർക്കുണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ കൊച്ചി നമ്മുടെ ഈ വേമ്പനാട് കായലിൽ ഒരു തുറമുഖം ഒരിക്കലും നിർമ്മിക്കാൻ പറ്റില്ല. കാരണം
നമുക്ക് കടലിലെത്തുന്നതിൻ്റെ മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. കടലിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിട്ട് തന്നെ ആവും പ്രോഗ്രാംസ്. ഓക്കെ, സോ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കായലിൻ്റെ ഇടക്കായിട്ട് കാടുകൾ കണ്ടോ? അതാണ് നമ്മുടെ കണ്ടൽ കാടുകൾ. സുനാമി മുതൽ ചുഴലിക്കാറ്റുകൾ വരെ തടുത്തു നിർത്താനുള്ള കരുത്ത് ആ മരങ്ങൾക്ക്. ഓക്കെ, സോ പഠനങ്ങൾ പറയുന്നത് ഇവരുടെ വേരുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് തന്നെ ഇവരെ കൊണ്ടൊരു സുനാമി തിരമാലയുടെ ഉയരവും വേഗതയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. 5 മുതൽ 35% വരെ സുനാമി തിരമാലയുടെ ഉയരവും വേഗതയും നഷ്ടപ്പെടും ഇവരുടെ ഒരു വരിയിൽ പോയി അടിച്ചാൽ. സോ ഇവർ കാട് കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശം എന്ത് ചെയ്യാൻ പറ്റില്ല. ആ കാണുന്നത് കണ്ടൽക്കാടുകൾ തന്നെയാണ്. അവിടെ ദൂരെ ഐലൻഡിന്റെ എഞ്ചിനീയർ ആയിരുന്ന ആർക്കിടെക്ട് ആയിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ യൂസ് ചെയ്തിരുന്ന ബോട്ടാണ് ആ നീല ഷീറ്റിന് താഴെയായിട്ട് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതിന് പുറമെ നമ്മുടെ 3 പ്രധാനമന്ത്രിമാര് ഈ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി. ഇവര് 3 പേര് ഇതിൽ ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയത്? ചിലരൊക്കെ അത് കേട്ട് തലയാട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ചിലവർ അവിടെ പ്രതികരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ രാജീവ് ഗാന്ധി. പിന്നെ അതിന് പുറമെ 1988 മദർ തെരേസയും ആ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ദൊറോത്തി എന്നാണ് ആ ബോട്ടിന്റെ പേര്. ഓക്കെ, ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നോക്കിയാൽ ഈ ഒരു ബിൽഡിംഗ് കണ്ടോ നിങ്ങൾ? ഈ ഒരു സ്ലോ പ്രൂഫൊക്കെ ഉള്ള ബിൽഡിംഗ്, ഇതാണ് നമ്മുടെ പോർട്ട് കൺട്രോൾ. പക്ഷെ ഇവിടെ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാം അവരുടെ കയ്യിലാണ്. സുപ്പീരിയോറിറ്റി വന്നിട്ട് ഇവരുടേതാണ്. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പിന്നീട് അത് താജ് മലബാർ എന്ന് പറയുന്ന ബിൽഡിംഗ് ഏറ്റെടുത്തു. പിന്നീട് താജ് മലബാറാണ് അങ്ങോട്ട് മാറിക്കൊടുത്തത്. ഓക്കെ, ഇനി ആ കാണുന്ന 8 നില കെട്ടിടം കണ്ടോ? അതാണ് താജ് മലബാർ എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യത്തെ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ. സോ നമ്മുടെ പഴയ കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമൊക്കെ താമസിച്ചിരുന്ന ഹോട്ടലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇനി ഒരു ഗ്ലാസ് ചായ കുടിക്കണ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ പോയാൽ മതി. നല്ല സർവീസും കിട്ടും. 500 രൂപക്ക് ഒരു ഗ്ലാസ് ചായ തരും. ഓക്കെ, സോ അതാണ് നമ്മുടെ താജ് മലബാർ. ഓക്കെ, സത്യത്തിൽ താജ് മലബാറിന്റെ ബിൽഡിംഗ് ആയിരുന്നു ഇന്ന് പോർട്ട് കൺട്രോൾ ഉപയോഗിക്കുന്നത്. ക്യാഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? പക്ഷെ അവർ വാങ്ങിയില്ല. അതിന് പകരം 40 വർഷത്തേക്ക് അതിന്റെ ഓണർഷിപ്പ് എഴുതി വാങ്ങി. ഓക്കെ, അങ്ങനെ അപ്പൊ ഇനിയും ഏകദേശം ഒരു 30 വർഷക്കാലത്തോട് അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ദുബായ് പോർട്ട് വേൾഡ് തന്നെയാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് സെൻട്രലോട്ട് നീങ്ങിയിരുന്നു എല്ലാവരും. 2 സൈഡ് പുറത്ത് കിടക്കുമ്പോൾ ഒന്ന് പറയണോ? നമ്മുടെ കായലിന് പുറത്ത് സോ ഇനി നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ. ഇവരാണ് ഒരു വർഷത്തിന്റെ ഇടയിൽ 1100 കോടിയുടെ മയക്കുമരുന്ന് വേട്ട നടത്തിയ ഗ്രൂപ്പാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നമ്മുടെ കൊച്ചിൻ വിങ്. ഓക്കെ, സോ അതിലൊരു 22ാം നമ്പർ കപ്പലുണ്ട്. ആ കപ്പലായിരുന്നു ആ ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്ത കപ്പൽ. ഓക്കെ, മറ്റൊന്ന് ഈ കാണുന്ന പ്രദേശം നമ്മുടെ മട്ടാഞ്ചേരി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കപ്പലെല്ലാം കാണുന്ന പ്രദേശം മട്ടാഞ്ചേരി. ഇതിന്റെ മുൻവശത്തേക്ക് നമ്മുടെ ഫോർട്ട് കൊച്ചി. ഓക്കെ, എല്ലാവർക്കും മലയാളികൾക്കൊക്കെ സുപരിചിതമാണ്. ഇതിൽ ഏകദേശം നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്കൊരു 65% കാര്യങ്ങൾ ഈ നമ്മുടെ ക്രൂസിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മുടെ കായലിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ്. ഇതിൽ ബാക്കി വരുന്ന ഒരു 30-35% വരുന്നത് ഈ നമ്മുടെ മട്ടാഞ്ചേരിയുടെ അകത്തും ഫോർട്ട് കൊച്ചിയുടെ അകത്തുമായിട്ടാണ്. മറ്റൊരു കാര്യം കിട്ടും, നമ്മുടെ വല്ലാർപാടത്ത് പള്ളി വരുന്നത് ഈ കണ്ടെയ്നർ ടെർമിനലിലേക്ക് വസിക്കുന്ന 225 വർഷം മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഗുജറാത്തി നഗർ നമ്മുടെ മട്ടാഞ്ചേരി ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ജൂതപട്ടണം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജൂതന്മാർക്ക് നമ്മുടെ രാജാവ് സമ്മാനം നൽകിയ ഭൂമിയാണ് ജൂതപട്ടണം. ഈ നമ്മുടെ മുസ്ലിംസിന്റെ അറബ് എന്ന് പറയുന്ന ഒരു അക്കാഡമി വരുന്നുണ്ട്. ഓക്കെ, ദ്രോണാചാര്യ എന്ന് പറയുന്ന അക്കാഡമി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ഇന്ത്യൻ നേവിക്കും ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്ന ഒരു മിലിറ്ററി അക്കാഡമിയാണ് ദ്രോണാചാര്യ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിലായിട്ടാണ്. പിന്നെ അതുപോലെ നമ്മുടെ മനോഹരമായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് ഇതിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ ഭീഷ്മപർവം, അതുപോലെ പിപ്പി എന്ന് പറയുന്ന മൂവിയിലെ ഗോഡൗൺ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തതും ഈ ഒരു പ്ലാസ്റ്റിക് വാളിന്റെ അകത്തായിരുന്നു. ഈ പരിചയമില്ലാത്തവർക്ക് ഇതാണ് നമ്മുടെ കൊച്ചിയുടെ വാട്ടർ
ഈ പുറത്തുനിന്ന് വരുന്നവർക്കാണ് കേട്ടോ അത് കൗതുകം. നമ്മുടെ നമ്മുടെ മെട്രോയുടെ ട്രെയിൻ പോകുന്നത് എവിടെയാണ്? പില്ലറിന്റെ മുകളിലായിട്ട്. സോ എല്ലാവരുടെയും വിചാരം ഇത് വെള്ളത്തിന്റെ അടിയിലാണ് പോകുക എന്നാണ്. ഓക്കെ, വാട്ടർ മെട്രോ പുറമേ നിന്ന് വരുന്നത്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് റോറോ സർവീസ്. കണ്ടോ, വാഹനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫെറി സർവീസ്. ഈ കാണുന്ന നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലേക്ക് വെറും 10 മിനിറ്റിന്റെ അകത്ത് നിങ്ങളെയും വാഹനങ്ങൾ ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ഇത് നിങ്ങൾ റോഡ് വഴി ചുറ്റി വരികയാണെന്നുണ്ടെങ്കിൽ 23 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അത് വെറും 10 മിനിറ്റിന്റെ അകത്ത് റോറോ സർവീസ് കടത്തി തരും. ഓക്കെ, റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ മണ്ണുമാന്തി കപ്പൽ. ഓക്കെ, ഈ ഡ്രഡ്ജിങ് കപ്പൽ എന്ന് പറയും. അവിടെ നമ്മുടെ ശിരൂരില് അർജുന്റെ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്തിരുന്നത് ഇതുപോലെയുള്ള ഡ്രഡ്ജറുകൾ തന്നെയാണ്. മണ്ണെടുക്കുന്നത്, ആ മണ്ണിടിഞ്ഞ് പുഴയിലോട്ട് വീണിരുന്നല്ലോ, മണ്ണെടുക്കുവാനും സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ ഡ്രഡ്ജിങ് കപ്പലുകളാണ്. ഓക്കെ, ഓക്കെ ഓക്കെ നമ്മുടെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ തിടുക്കം കൂട്ടുന്നത് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മുടെ രണ്ട് സൈഡിലുമായിട്ട് കാണുന്നത് ചീനവലകളാണ്. ഇത് സാധാരണ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പൊതുവെ കാണപ്പെടുന്ന വല തന്നെയാണ്. സോ ഈ ഭാഗങ്ങളിലായിട്ട് വിളവെടുപ്പ് കൂടുതൽ ഒരു ലിവർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലായിട്ട് വിളവെടുപ്പ് കൂടുതലാണ്. കാരണം ഇത് കപ്പലുകൾ കടൽ കപ്പലിപ്പോൾ അഴിമുഖം കവർ ചെയ്ത് കടലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കടൽ കൂടിയുള്ള യാത്രയുടെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക.